ദൈവം സകല മനുഷ്യരെയും സ്നേഹിക്കുന്നു. ഈ പരമാർത്ഥമാണ് നമ്മളെ എവിടെ എത്തിച്ചത്. ഇത് വിളിച്ചു പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുവെന്ന് പറയാം, ദൈവം സ്നേഹമാകുന്നുവെന്ന് പറയാം. ഒക്കെ ബൈബിളിലെ ചില പ്രധാന മഹാവാക്യങ്ങളാണ്. ഗോഡ് ഈസ് ലവ് എന്നുള്ളത്. അങ്ങനെ ആ സ്നേഹ നിമിത്തം ദൈവം എല്ലാ സൃഷ്ടികളെയും ഉളവാക്കി, നിലവിൽ വരുത്തി. മനുഷ്യജാതികളെയും എല്ലാ ജീവജാലങ്ങളെയും നിലവിൽ വരുത്തി. 24-ാം സങ്കീർത്തനം തുടങ്ങുന്നിടത്ത് ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകും. ദ എർത്ത് ആൻഡ് ഇറ്റ്സ് ഫുൾനെസ് ബിലോങ്സ് ടു ഗാഡ് എന്ന് കാണാം. എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഭൂമി എന്ന ഗോളത്തെക്കുറിച്ച് മാത്രമല്ല, ദ ഹോൾ യൂണിവേഴ്സ്, ഓൾ ലിവിങ് ക്രീച്ചേഴ്സ്, എവറിത്തിങ് ബിലോങ്സ് ടു ഗോഡ്. എല്ലാം ദൈവത്തിൻ്റെ വകയാണ് എന്ന് വിളിച്ചു പറയും. നമ്മളൊക്കെ ആ ഗ്രൂപ്പിൽ പെടും. എന്നാൽ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് ചിലപ്പോൾ കുഴപ്പമൊക്കെ വന്നാൽ ആ പൂർണ്ണതയിൽ നമ്മൾ അകന്നു പോകും. ഇതാണ് സത്യം. അപ്പോൾ ആദാം മുതലുള്ളവരുടെ അധർമ്മം കൊണ്ട് ആ പൂർണ്ണതയിൽ നമ്മൾ വിള്ളൽ വരുത്തിയിട്ടുണ്ട്. അത് യേശു മിശിഹാ തന്നാണ് അതിനെല്ലാം കറക്റ്റ് ചെയ്യുന്നത്. എന്നാൽ മനുഷ്യർ ഭൂമിയിൽ കുടുംബങ്ങളായി ജീവിക്കണം എന്ന ഒരു പ്രമാണവും കുടുംബത്തെ സൃഷ്ടിച്ചതും ദൈവമാണ്. കുടുംബം കാലക്രമത്തിൽ നിലവിൽ വന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, ദൈവം സൃഷ്ടിച്ചതാണ് ഈ സ്ഥാപനം കുടുംബം എന്നത്. അതെന്തിനെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ സുസ്ഥിതിക്കും പുലർച്ചയ്ക്കും വേണ്ടി, അഭിവൃദ്ധിക്കും വേണ്ടി. തനിയെ ഇരിക്കുന്ന നല്ല തുണ വേണമെന്ന് പറഞ്ഞെടുത്തു നിന്ന് നമ്മൾ വായിച്ചു തുടങ്ങുന്നത്. അപ്പോൾ കുടുംബത്തിൻ്റെ തുടക്കം അങ്ങനെയാണ്. അതൊരു ദൈവത്തിൻ്റെ ആലോചനയാണ്, അനന്തമായ ആലോചന. അദ്ദേഹം അതിൻ്റെ കൂടെ ചില കൽപ്പനകളൊക്കെ കൊടുത്തു, കമാൻഡ്മെൻറ്റ്സ്, മനുഷ്യനെ സൃഷ്ടിച്ചാക്കും. അദ്ദേഹം അവരെ അനുഗ്രഹിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം പറയുന്നു. ആദി മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിച്ചു. അതൊരാധാരമാണ്. ആ അനുഗ്രഹത്തിൽ നിന്നാണ് കുടുംബം അവതരിച്ചത്, ഉളവായി വന്നത്. ആ അനുഗ്രഹമാണ് ഇന്ന് നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നു. അതേ അനുഗ്രഹം ഇവർക്കിന്ന് കൊടുക്കണം. പുതിയൊരു കുടുംബം നിലവിൽ വരികയാണല്ലോ. അതേ അനുഗ്രഹം അവർക്ക് ഇന്ന് മുതൽ അങ്ങോട്ടുണ്ടാകണം. കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക്, അതിലെ സമാധാനത്തിലും സന്തോഷത്തിലും ദൈവാത്മാവ് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. കൃത്രിമമായിട്ടൊന്നും നേടാവുന്ന ഒരു വ്യവസ്ഥിതി അല്ല അത്. അതോടൊപ്പം ദൈവം പുരുഷൻ തൻ്റെ മാതാവിനെയും പിതാവിനെയും വിട്ട്, ഭാര്യയെക്കുറിച്ച് അത് പറഞ്ഞിട്ടില്ല, പുരുഷൻ തൻ്റെ മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ പിന്നീട് ഒന്ന് എന്ന പ്രമാണം കാണാം. അത് വളരെ അർത്ഥഗർഭമായതാണ്. നമ്മൾ എത്ര ചിന്തിച്ചാലും മനസ്സിലാകത്തില്ല എന്താ ഇങ്ങനെ ഒരാളിനോട് മാത്രം ഇങ്ങനെ പറയുന്നതെന്ന്. അങ്ങനെ അവിടുത്തെ കൽപ്പനയാൽ നിലവിൽ വന്ന മനുഷ്യ സമൂഹത്തിൻ്റെ ആധാരമായിരിക്കുന്ന കുടുംബം, അതിന് ചില അതിരുകൾ വെച്ചു ദൈവം. അതിരുകളില്ലാതെ ജീവിതമില്ല. അതിരുകളും നിയന്ത്രണവും ഇല്ലാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, ഈശ്വരൻ. ബാക്കി സമസ്ത സൃഷ്ടികൾക്കും അവരുടെ പ്രവർത്തന മണ്ഡലത്തിന് അതിരുകളുണ്ട്. അത് അദ്ദേഹം പറഞ്ഞു, നിങ്ങളിവിടെ സന്തോഷമായിട്ട് ജീവിച്ചു, ജോലി ചെയ്യണം. ശ്രദ്ധിച്ച് വായിച്ചാൽ അറിയാം, അവിടെ ജോലി ചെയ്യാൻ വേണ്ടി കൂടെയാണ് അവരെ അവിടെ ആക്കിയത്. ജോലി ചെയ്ത് ജീവിക്കണം. ചില നിയന്ത്രണങ്ങളൊക്കെ വെച്ചു. ഇവിടം വരെ ആയിക്കോ, അങ്ങോട്ട് പോകരുത് എന്താ പറഞ്ഞു. അപ്പോൾ അത് അവരെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാനോ പിടിച്ചു കെട്ടാനോ വേണ്ടിയല്ല, അവരുടെ നന്മയ്ക്കായിരുന്നു അത്. അതിൻ്റെ അർത്ഥം ഒരു നിമിഷം പോലും അവർക്ക് ഈശ്വരനെ വിട്ട് സർവ്വസ്വതന്ത്രരായി ജീവിക്കാൻ സാധ്യമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യാതെ ഒരണു നിമിഷം പോലും ഒരു സൃഷ്ടിക്ക് നിലനിൽക്കാൻ ഒക്കുകയില്ല എന്നാണ്
ഈ ഏതൻ തോട്ടത്തിലെ കഥ നടക്കത്തെ വൃക്ഷമൊക്കെ പറഞ്ഞിരുന്ന കഥയാണ്. യു കനോട്ട് എക്സിസ്റ്റ് ഈവൻ ഫോർ എ സ്പ്ലിറ്റ് സെക്കൻഡ് വിതൗട്ട് ഡിപ്പെൻഡിങ് ഓൺ ഗോഡ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ അദ്ദേഹം കുടുംബം സ്ഥാപിച്ച് പുലർത്തി. പിന്നെ അങ്ങോട്ട് നമ്മൾ ആ കഥ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിലും മനസ്സിലാകാത്ത രീതിയിലും ഒക്കെ ഉൽപ്പത്തി പുസ്തകത്തിലുണ്ടല്ലോ. കുടുംബങ്ങൾ അങ്ങനെ നിലവിൽ വരികയും ചില മാതൃകാ കുടുംബങ്ങളെ ബൈബിളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അബ്രഹാം മുതൽ ഇങ്ങോട്ടുള്ളവരുടെ കുടുംബങ്ങൾ പുതിയ നിയമത്തിലും കാണാം. അപ്പോൾ അവരുടെ എല്ലാം പ്രധാനമായിട്ടുള്ള കുടുംബമായി നിലർത്തുന്ന ഘടകം പരസ്പരമുള്ള സ്നേഹം മാത്രമല്ല. അവർ എബ്രഹാം എന്ന് അബ്രഹാമേ എന്ന് വിളിച്ചാൽ ഞാനിതാ, ഐ ആം ഹിയർ എന്ന് പ്രതിവചിക്കുന്ന ഒരു അബ്രഹാം. എബ്രഹാമേ ഞാനിതാ ഇവിടെ ഉണ്ടല്ലോ. അതൊരു ബന്ധമാണത്, അറ്റുപോകാത്തൊരു ബന്ധമാണ് അതിൻ്റെ കഥ ചുരുളഴിയുന്നത്. അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടായി. അവരിൽ നിന്ന് പരമ്പര കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തു ജനിച്ചു. ഈ കഥയെല്ലാം ഇടയ്ക്കൊക്കെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവരാണല്ലോ. ഇന്ന് ദൈവകരുണയാൽ ഒരു വൈദിക കുടുംബം ജനിക്കുകയാണ്. അപ്പോൾ അതിന് അല്പം പ്രാധാന്യവും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് അറിയാമല്ലോ. വൈദിക കുടുംബമാണ്. ദൈവം നിശ്ചയിച്ചാൽ കൊച്ചു ഭദ്രാസനത്തിലായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ. എങ്ങോട്ട് അയക്കാൻ പോകുന്നത് ഞാനിപ്പോൾ പറയത്തില്ല, അത് ഞങ്ങൾ തമ്മിൽ സ്വകാര്യമായിട്ട് പറഞ്ഞോളാം. അവിടെ ഈ അമ്മായി കൂടെ കാണുമെന്ന് എനിക്ക്, അത് ബോംബെക്ക് പോകുമ്പോൾ അറിഞ്ഞുകൂടാ, അത് നിങ്ങൾ തീരുമാനിച്ചോളൂ, എൻ്റെ കാര്യമല്ല. അപ്പോൾ അദ്ദേഹം സഭയെ ശുശ്രൂഷിക്കുന്ന ആളാണ്. സഭയെന്ന് പറഞ്ഞാൽ ദൈവത്തെയും മനുഷ്യരെയും ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷയാണ് ഒരു വൈദികൻ കൈവേൽക്കുന്നത്. പുരോഹിതൻ എന്നൊരു വാക്കുണ്ട്, അച്ഛന്മാരൊക്കെ കേൾക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഉറങ്ങുക അല്ല, ആരും ഉറങ്ങുന്നില്ല. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ മുന്നമേ ദൈവഹിതം അറിയുന്നവൻ എന്നാണ് അർത്ഥം. കേട്ടിട്ടുണ്ടോ? പുരോഹിതൻ നമ്മൾ പറഞ്ഞ മുമ്പ് നിൽക്കുന്നവനെന്നുള്ള ആളുടെ അർത്ഥമല്ല. മുന്നമേ ദൈവഹിതം അറിയുന്നവൻ എന്നാണ് പുരോഹിതൻ എന്നതിൻ്റെ അർത്ഥം. ഇപ്പോൾ സാധാരണ മനുഷ്യനെ അറിയുന്നതിന് മുമ്പേ ദൈവഹിതം അറിയുകയും അത് പറയുകയും ചെയ്യുന്ന ആൾ മാത്രമേ പുരോഹിതനാവുകയുള്ളൂ എന്നാണ് ഭാരതീയ സങ്കല്പം. അങ്ങനെ ഈ വാക്ക് ഭാരതത്തില്ല, പുരോഹിതൻ എന്നുള്ളതുണ്ടായി. അങ്ങനെ ഒരു വലിയ സ്ഥാനത്തേക്കും കുടുംബാന്തസ്സിലേക്കുമാണ് ഇവരെ ദൈവം വിളിച്ചിരിക്കുന്നത്. രണ്ടുപേരും രണ്ട് സ്ഥലത്ത് ജനിച്ച് വളർന്നവരല്ലയോ. അദ്ദേഹം മുംബൈയിട്ടാണ്, സണ്ണിക്കറിയാമായിരിക്കാം, എൻ്റെ ബന്ധുക്കാരാണല്ലോ. ഷമ്മാശൻ കേരളത്തിൽ ജനിച്ച് വളർന്നയാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആളാണ് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ തിരുമേനി ഒരു വാക്ക്, എ വേർഡ് ഓഫ് ബ്ലെസ്സിങ് പറഞ്ഞ എല്ലാം കൂടെ ചേർത്തൊക്കെ പറഞ്ഞേക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം രക്ഷപ്പെട്ടു. അപ്പോൾ എനിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊന്നും അറിയാൻ പറ്റില്ല. ഒരു നല്ല ക്യാരക്ടറുള്ള ഒരു മനുഷ്യന് അതുപോലെ യുവർ ഹസ്ബൻഡ് ഈസ് എ വെരി ഗുഡ് ക്യാരക്ടർ, അത്രയും പറഞ്ഞാൽ മതിയാകും. നല്ല സ്വഭാവ ഗുണമുള്ള ഒരാളാണ്. അത് ഞങ്ങൾ പരീക്ഷിച്ചറിഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ കുറേ വർഷം താമസിച്ചു. പിന്നെ സെമിനാരിൽ പഠിച്ചു. പഠിത്തം കഴിഞ്ഞ് പ്രിൻസിപ്പലിന് സർട്ടിഫിക്കറ്റുമായിട്ട് വന്നിരിക്കുക, സർവ്വതാ യോഗ്യൻ പുരോഹിതനാകാൻ എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ താമസം പിന്നെ വൈദികനാക്കണം ദൈവഹിതമായാൽ ജൂൺ മാസം 1-ാം തീയതി ഒരു പള്ളിയിൽ അദ്ദേഹം ചാർജ് എടുക്കേണ്ടി വരും. അതിനു മുമ്പ് പട്ടംകുളയെല്ലാം കഴിഞ്ഞ് തക്സയൊക്കെ പഠിച്ച്, പഴയ മലയാളത്തിൽ പറഞ്ഞ തക്സ തഴുകി പരിശീലനം കഴിഞ്ഞ് 1-ാം തീയതി ചാർജ് എടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ ഈ അമ്മായിയും കാണും. മലയാളമൊക്കെ അറിയാമല്ലോ. അപ്പോൾ അമ്മായി അച്ഛനെ ഹിന്ദി പഠിപ്പിക്കും, അച്ഛൻ അമ്മായിയെ മലയാളം പഠിപ്പിക്കും. അങ്ങനെ ഒരു അനുഗ്രഹീത കുടുംബമായി മുമ്പോട്ട് പോകട്ടെ. എല്ലാം നമ്മൾ ബോംബെയിലെ കാലാവസ്ഥ ഏകദേശം കേരളത്തിലെ പോലൊക്കെ തന്നെയാണ്. വലിയ ചൂടും വലിയ തണുപ്പൊന്നും വരാത്ത ഒരു സ്ഥലമാണ് ബോംബെ, അല്ലേ? അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതായാലും എവിടെയായാലും അവർ സഭയെ ശുശ്രൂഷിക്കുന്നവരാകണം. ഒരാത്മീകമായ ബന്ധം കൂടെ ആകയാൽ ഒരു വൈദികൻ എന്നുള്ള നിലയിൽ കേവലം ഒരു ഭാര്യ മാത്രമല്ല, സ്പിരിച്വൽ സപ്പോർട്ട് കൊടുക്കണം. സ്പിരിച്വൽ സപ്പോർട്ട് കൂടെ ഇതെല്ലാവരോടും പറയാനൊക്കെയല്ല അത്രയും അളവിൽ. എന്നാൽ എറണാകുളത്തിന് കോട്ടയത്തിന് വടക്കോട്ട് അമ്മായി എന്നും തെക്കോട്ട് കൊച്ചമ്മയെന്ന് പറയുന്ന സ്ഥാനത്തിന് ആത്മീയമായ കൈത്താങ്ങൽ കൊടുക്കണം അച്ഛന്. അത് പഠിക്കാൻ പോകുന്നേ ഉള്ളൂ, കുറേശ്ശെ പഠിച്ചോ. അപ്പോൾ നിങ്ങളുടെ കുടുംബം ഒരു ഇടവകയിലായിരിക്കുമ്പോൾ എല്ലാവരും നോക്കി അച്ഛൻ്റെ കുടുംബം അങ്ങനെ അത് നോക്കി വേണം ഞങ്ങൾക്ക് ജീവിക്കാൻ.
അപ്പോൾ പല കാര്യങ്ങളിലും മാതൃകാപരമായി പ്രാർത്ഥനയുടെ ശബ്ദം ഉയരുന്ന ഒരു കുടുംബം, സ്നേഹം അറിയിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബം, സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്ന ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു എന്നല്ലേ പറയുക. അങ്ങനെ സ്നേഹം ആചരിക്കുന്ന ഒരു സ്ഥലമായി കുടുംബങ്ങൾ വരണം. എന്നാലേ ഇപ്പോൾ ഈ കാണുന്ന വലിയ അവ്യവസ്ഥിതി ഉണ്ടല്ലോ, കുടുംബങ്ങളുടെ അഴിവ്, അത് ഒഴിവാക്കാൻ വേറെ മാർഗമൊന്നുമില്ല. നല്ല ഫാമിലീസ് ഉണ്ടെങ്കിൽ സൊസൈറ്റി നന്നാകും, ചേർച്ച് നന്നാകും, രാജ്യവും നന്നാകും. ഇല്ലെങ്കിൽ MDMAയുടെ പുറകെ പോകും എല്ലാവരും കൂടെ. നല്ല ഫാമിലീസ് നമുക്ക് വേണം. അതിൻ്റെ അഭാവം ഇന്ന് നല്ലതുപോലെ ഉണ്ടെന്ന് വേദനാപൂർവ്വം അറിയുക. അതുകൊണ്ട് സർവശക്തനായ ദൈവം ഇവരെ വിളിച്ചിരിക്കുന്നത് ഒരു മാതൃകാ കുടുംബം ആകാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് വേണ്ടത് പ്രസ്റ്റീജോ പണമോ ഒന്നുമല്ല, ആത്മാർത്ഥതയാണ്. ദൈവത്തോടും മനുഷ്യരോടും ആത്മാർത്ഥതയുള്ള, വഞ്ചനയില്ലാത്ത, നല്ല സുഗമമായ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒഴുക്ക് ഈ കുടുംബത്തിൽ നിന്നുണ്ടാകണം. നമ്മളെല്ലാവരും വന്നിരുന്ന സാധാരണ കല്യാണത്തിനൊക്കെ ഞാൻ പറയും, നിങ്ങളുടെ ഇപ്പോൾ ഇവരോട് പറയേണ്ട കാര്യമില്ല, അവർക്കറിയാം. നിങ്ങൾ ഫാമിലി പ്രയറിനെ കുറിച്ച് അത് അച്ഛൻ പള്ളിയിൽ പോയി ജനങ്ങളെ ഉപദേശിക്കേണ്ട കാര്യം ഞാൻ ആദ്യം അങ്ങ് പറയും. ഫാമിലി പ്രയർ, റീഡിങ് ദ വേർഡ് ഓഫ് ഗാഡ്, ബൈബിൾ വായന, കുമ്പിട്ട് പ്രാർത്ഥിക്കുക. എനിക്കതിപ്പോൾ കുമ്പിടാൻ വയ്യ, 2 മാസം കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞിരിക്കുക. കുമ്പിട്ടുള്ള പ്രാർത്ഥന, ഫാസ്റ്റിംഗ്, 5 സീസൺസ് ഉണ്ടല്ലോ, നോമ്പ് കാലങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ജനങ്ങളെ പ്രബോധിപ്പിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നവരായിരിക്കാം. അല്ല നിങ്ങളെല്ലാം നോമ്പ് നോക്കിയെന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോയാൽ നോക്കുമോ? ചെയ്യുന്നവന് മാത്രമേ ചെയ്യണമെന്ന് ഉപദേശിക്കാനുള്ള അധികാരം ലഭിക്കുകയുള്ളൂ, അവകാശം. അങ്ങനെ കുമ്പിട്ട് നമസ്കരിക്കാനും ഉള്ള നല്ല മാതൃകകൾ നിങ്ങൾ ഉണ്ടാകണം. ഇവരതൊക്കെ ചെയ്യുന്നവരാണെന്നറിയാം, നിങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങളുടെ അരമനയിൽ ആദ്യയിലെ കാര്യം എനിക്കറിയാൻ വയ്യ. ഞാൻ അവിടെ ഞങ്ങളവിടെ ഷെഡ്യൂൾ പ്രിൻ്റ് ചെയ്ത് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. രാവിലെ ഇവരൊക്കെ അത് കഴിച്ചാൽ വന്നിരിക്കുന്നു. രാവിലെ 5 മണിക്ക് പള്ളി കയറി കാണും. 5 മുതൽ 6 വരെ രാവിലത്തെ പ്രാർത്ഥന, 6 മുതൽ 7 വരെ കുളിക്കുകയോ കോളേജിൽ പോകുന്നവരാണെങ്കിൽ ഒരുങ്ങുകയോ ഒക്കെ ചെയ്യാം. 7:30 വീണ്ടും പള്ളിയിൽ കയറണം, ഹാഫ് ആൻ അവർ മെഡിറ്റേഷൻ. 7 മണിക്ക് കയറണം, 7 മണിക്ക് കയറി 7:30 വരെ മെഡിറ്റേഷനും ബൈബിൾ വായനയൊക്കെ. 7:30 മണിക്ക് 3-ാം മണി നമസ്കാരം. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് നോമ്പല്ലെങ്കിൽ കോളേജിൽ പോകേണ്ടവർ പോകാം. 12:30 മണിക്ക് നൂൺ പ്രയർ, ഉച്ച നമസ്കാരം. 3:30 മണിക്ക് 9-ാം മണി നമസ്കാരം. 6 മണിക്ക് സന്ധ്യാപ്രാർത്ഥന, 9 മണിക്ക് സൂത്താറ. ഈ ഷെഡ്യൂളിൽ വളർന്നു വന്ന ഒരാളായിരുന്നു. അവിടെ അങ്ങനെ ഒക്കത്തുള്ളൂ. അല്ലാത്തവരെല്ലാം നാളെ ഒരു ഗുഡ് ബൈ ഇപ്പോൾ കൊള്ളെ പറയും. അല്ലാത്തവരുടെ കൊള്ളുകയല്ലെന്ന് എൻ്റെ അർത്ഥം. എന്നാൽ വളരെ ആത്മാർത്ഥമായി ഈ കാര്യങ്ങളെല്ലാം ചെയ്തവരിൽ ഒരാളാണ് ഇന്ന് ഇദ്ദേഹത്തിൻ്റെ ഭർത്താവാകാൻ പോകുന്ന ഷമ്മാശനായിട്ട് വരുന്നയാളെന്നുള്ളത് അഭിമാനപൂർവ്വം പറയേണ്ടി വരും. അതൊരു ദൈവാനുഗ്രഹമാണ്. എല്ലാവരെയും കൊണ്ട് പറ്റുന്ന പിറുപിറുപ്പ് കൂടാതെ, പരാതി കൂടാതെ നല്ല മനസ്സോടെ ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കും. അങ്ങനെ നിങ്ങളുടെ കുടുംബം ദൈവാനുഗ്രഹമുള്ളതായി തീരട്ടെ. വലിയ കുക്കിംഗ് ഒന്നും വേണ്ടി വരത്തില്ലായിരിക്കും പള്ളിയിൽ, ചിലയിടത്തൊക്കെ വേണ്ടി വരും. അത് വന്നാൽ 2 പേരും കൂടെ ചെയ്തോണം. അത് നിങ്ങളുടെ സഹോദരിയായിരിക്കും. അറിയാമോ കുക്ക് ചെയ്യാൻ? അറിയാമോ? അല്ലേ മമ്മിയോട് ചോദിച്ചാൽ അത് പറഞ്ഞുതരും. അത് ജമാഅത്തിനെ കൂടെ പഠിപ്പിച്ചേക്കണം വേണ്ടി വന്നാൽ. ഇതൊക്കെ ഈ കാലത്ത് ഒന്നിച്ച് ഷെയറിങ് എല്ലാ കാര്യത്തിലും ഉണ്ടെങ്കിലേ നടക്കാൻ പോലെ. പഴയ പോലെ ചാരേതേ കയറി എന്തിയേ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്ന പരിപാടി കഴിഞ്ഞു. അതൊക്കെ പണ്ട് 10 തലമുറയ്ക്ക് മുമ്പിലുള്ള കാര്യമാണ്. ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക, അത് പോയി പണ്ടേ. അതുകൊണ്ട് നന്നായിട്ട് ഒരു കുടുംബമായിട്ട്, ഒരു കുടുംബമായിട്ട് വേദപുസ്തക ഭാഷയിൽ, സെയിൻറ്റ് പോളുടെ ഭാഷയിൽ, ലവ് ഹോൾഡ്സ് എവറിത്തിങ് ആൻഡ് എവറിബഡി ടുഗദർ. സ്നേഹം എല്ലാറ്റിനെയും എല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് ഒന്നാക്കി മാറ്റുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. വിശുദ്ധ പൗലോസ്. അത് ഇവരിലും അന്വർത്ഥമാകട്ടെ. പ്രാർത്ഥനാപൂർവ്വം ആരംഭിക്കുക, പിന്നെ അങ്ങ് പൊക്കോളും. സ്റ്റാർട്ട് ചെയ്ത് വിട്ടയച്ചാൽ മതി. നല്ല ദൈവഭയത്തോടെ ആരംഭിക്കുക. ഇവിടെ നിൽക്കുമ്പം ഇത് കഴിഞ്ഞ് വിവാഹ കൂതാശ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ നിശ്ചയം മാത്രമായിരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിൽ കൈകൂപ്പി നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. ലോർഡ് ഹാവ് മേഴ്സി ഓൺ us. കരുണ ചെയ്യണമേ. അതില്ലാതെ പ്രയാസം. ലോർഡ് ഹാവ് മേഴ്സി ഓൺ us എന്ന് നിങ്ങളുടെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കും.
അത്യാവശ്യം വരുന്ന സമയത്ത് കുരിശ് വരയ്ക്കുന്നത് കുരിശ് വരയ്ക്കുക, അതൊക്കെ ചെയ്തോളൂ. കൊയറുകാരും അച്ഛന്മാരും നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്. ഇത് പ്രത്യേകം നന്ദി. ഞങ്ങളുടെ സ്ലോട്ടിലൂടെ നിങ്ങൾ കടന്നു കയറാഞ്ഞതിനും നിങ്ങളുടെ സ്ലോട്ടിൽ ഞങ്ങൾ കടന്നു കയറാഞ്ഞതിനും നന്ദി. എല്ലാ പാട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് തുടങ്ങുന്നത്. ഇല്ലെങ്കിൽ ഒരു മൈക്ക് പോലും തരികയല്ല കൊയർ, അവർ മുഴുവൻ എടുത്തോളൂ. അതുകൊണ്ട് എല്ലാ പാട്ടും ഞാൻ തുടങ്ങും. ഞങ്ങളും അച്ഛന്മാർ അടുത്ത് നിങ്ങൾ ചൊല്ലിക്കാം. അങ്ങനെ 50-50 ആയിട്ടാണ് ഞങ്ങൾ ഈ പാട്ടൊക്കെ ചൊല്ലുന്നത്. അതിലവർക്കും വിരോധമുണ്ടെന്ന് തോന്നി, വിരോധിച്ചാലും ഒന്നുമില്ല, ഞാൻ തന്നെ തുടങ്ങും എല്ലാ പാട്ടും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. സ്ത്രീകളെല്ലാം തല മൂടി നിൽക്കണം. ഇന്നത്തെ മണവാട്ടി മാത്രം തല മൂടാതെ പൂ അങ്ങോട്ട് കൊടുത്തേ. തല മൂടാതെ ഇപ്പോൾ നിൽക്കുക. കിരീടധാരണം ഉള്ളതാണല്ലോ, അതുകൊണ്ടാണ് മണവാട്ടി തല മൂടാതെ ഇരിക്കുന്നത്. ഭംഗിയായിട്ടൊക്കെ നിൽക്കണം. അറിയാവുന്ന പാട്ടും പ്രാർത്ഥനയും ആമീനും ഒക്കെ ഞങ്ങളുടെ കൂടെ ചൊല്ലണം. കുറിയലാശ്വരം ചൊല്ലണം. ഒരു പാട്ടും അറിയാൻ മേലെങ്കിൽ പ്രാർത്ഥന വലിയ കഴിയുമ്പോൾ ആമേൻ എന്ന് പറഞ്ഞേക്കണം. എന്ന് പറഞ്ഞാൽ ഹാവ് എഗ്രീഡ് എന്നർത്ഥം. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.